ഹായ് ഹലോ, ദിസ് ഈസ് ജെ കെ മറൈൻ വണ്ടർ. അപ്പോൾ നമ്മുടെ പുതിയ ഒരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ഇതിനു മുന്നേ നാനോ മറൈൻ ടാങ്ക് ചെയ്യുന്നതിന്റെ ഗ്ലാസ് ടാങ്കുകളാണ് നമ്മൾ പരിചയപ്പെട്ടത്. അപ്പോൾ ഇന്ന് നമ്മളിപ്പോൾ പരിചയപ്പെടാൻ പോകുന്നത് അതിനകത്ത് നമ്മൾ വേണ്ടുന്ന, അതായത് നമ്മളൊരു മറൈൻ ടാങ്കിനകത്ത് വേണ്ടുന്ന എക്യുപ്മെന്റ്സുകളും അതിൻ്റെ അകത്ത് വേണ്ടുന്ന സാൻഡ്, അങ്ങനെയുള്ള ഡീറ്റെയിൽഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ് കാണാൻ പോകുന്നത്. പക്ഷെ അതൊന്നും നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല, ജസ്റ്റ് എല്ലാം ഒന്ന് കാണിക്കുന്നേ ഉള്ളൂ. എന്തൊക്കെയാണ് എന്നുള്ളത് ജസ്റ്റ് ഒന്ന് കാണിക്കാം, ശേഷം നമുക്ക് ഓരോന്നായിട്ട് എക്സ്പ്ലെയിൻ ചെയ്ത് ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, നമുക്ക് മീഡിയ വേണം, ബാക്ടീരിയ ഫോർമേഷന് വേണ്ടിയിട്ട് മീഡിയ വേണം. അത് ഇപ്പം നമ്മൾ എടുത്തിരിക്കുന്നത് സെറാമിക് റിങ്ങിന്റെയാണ്. അത് ഏത് വേണമെങ്കിലും എടുക്കാം. അതിന്റെ ഡീറ്റെയിൽഡ് ആയിട്ട് ഓപ്പൺ ചെയ്ത് കാണിച്ചിരുന്നതാണ്. അതേപോലെ തന്നെ നമ്മൾ ലൈറ്റ് യൂസ് ചെയ്യുന്നത്, ലൈറ്റ് വന്നിട്ട് ഇപ്പൊ ഞാൻ സൺസന്റെ ലൈറ്റ് ആണ് യൂസ് ചെയ്യുന്നത്. ഇതുപോലെ തന്നെ സൺസന്റെ ADH മോഡലാണ്. ഇതൊക്കെ ഞാൻ അതിന്റെ ഡീറ്റെയിൽ എല്ലാം കാണിച്ചു തരുന്നതാണ്. ഇതിന് പകരം നമുക്ക് വേണമെങ്കിൽ സെറ്റ് ലൈറ്റ് ഉപയോഗിക്കാം. പിന്നെ അതുപോലെ തന്നെ ഒത്തിരി ലൈറ്റുകളുണ്ട്. അത് ഈ ലൈറ്റ് നമ്മൾ പരിചയപ്പെടുമ്പോൾ ഞാൻ ഓരോന്നായിട്ട് എക്സ്പ്ലെയിൻ ചെയ്ത് തരുന്നതാണ്. അതുപോലെ തന്നെ നമുക്ക് വേണ്ടുന്ന നല്ലൊരു സ്കിമ്മറാണ്. ഇപ്പൊ ഞാൻ ഇവിടെ യൂസ് ചെയ്യുന്നത് ബബിൾ മാഗസിന്റെ QQ2 എന്ന് പറയുന്ന ഒരു മോഡലാണ്. അല്ലാതെ തന്നെ വേറെയും മോഡൽസുകളുണ്ട്, അതും അടുത്തതിൽ കാണിക്കുന്നതാണ്. അതുപോലെ തന്നെ നമുക്ക് സീ സോൾട്ട്, ഇപ്പൊ നമ്മൾ ഇവിടെ എടുക്കുന്നത് ഇൻസ്റ്റന്റ് ഓഷന്റെ സോൾട്ട് ആണ് എടുക്കുന്നത്. അല്ലാതെ തന്നെ റെഡ് സീഡ് ഉണ്ട്, ഹൈക്കർ, അങ്ങനെ ഒത്തിരി കമ്പനികളുണ്ട്. എന്നിരുന്നാലും കൂടുതലും ഞങ്ങൾ ഉപയോഗിക്കുന്നത് സോൾട്ട് വാട്ടർ തന്നെയാണ്. ഞങ്ങൾക്ക് നല്ല റിസൾട്ട് ഉള്ളതും സോൾട്ട് വാട്ടർ ആയതുകൊണ്ടാണ്. അതുപോലെ തന്നെ നമുക്ക് ആവശ്യമുള്ളതെന്ന് പറയുന്നത് സാൻഡാണ്. അപ്പോൾ നമുക്ക് സാൻഡ് എപ്പോഴും മറൈൻ്റെ C3 സാൻഡ് തന്നെ നമ്മൾ യൂസ് ചെയ്യണം. ആർഗനൈറ്റഡ് സാൻഡ് എന്നും പറയും. അതുപോലെ നമുക്ക് വേണ്ടുന്നത് ഒരു നല്ലൊരു റോക്ക്, ഒരു ഡിസൈൻ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു റോക്കാണ്. ഞാനിപ്പോൾ ഇവിടെ എടുത്തിരിക്കുന്നത് ഒരു ഫൈബർ കണ്ടന്റ് ഉള്ള ഒരു ഡിസൈൻ റോക്കാണ് ഞാൻ എടുക്കുന്നത്. അപ്പോൾ ചില ആളുകൾ സാൻസിബാർ യൂസ് ചെയ്യുന്നുണ്ട്. ഞങ്ങൾ സാൻസിബാർ അധികം യൂസ് ചെയ്യാറില്ല. എന്നാൽ ഇതുപോലത്തുള്ള മെറ്റീരിയൽസ് ആകുമ്പോൾ ഒത്തിരി ആൽഗെ പിടിക്കുന്നത്, അതായത് ഫോസ്ഫറേറ്റ് കുറച്ച് കുറഞ്ഞു നിൽക്കും. നമ്മുടെ സാൻസിബാർ പോലുള്ള റോക്കുകളിൽ കുറച്ചുകൂടെ പായൽ മീൻസ് ആൽഗെ കൂടുതൽ വരുന്നതായിട്ട് കാണുന്നുണ്ട്. അതുപോലെ തന്നെ നമുക്ക് ആവശ്യമുള്ളതെന്ന് പിന്നെ നമുക്ക് റിട്ടേൺ പമ്പ്, ഇതുപോലെ ഒരു ചെറിയൊരു റിട്ടേൺ പമ്പ് നമ്മൾ എടുത്ത് വെക്കുക. അത് നമുക്ക് ബാക്ക് സമ്പിൽ നിന്നുള്ള വാട്ടർ മെയിൻ ടാങ്കിലോട്ട് കൊണ്ടുപോകുന്നതിന് വേണ്ടിയിട്ടാണ്. പിന്നെ സ്പോഞ്ച്, സാധാ സ്പോഞ്ച്. അപ്പൊ ഇതെല്ലാം ഇൻഡിവിജ്വലി ഓരോരോ വീഡിയോയിലായിട്ട് കാണിക്കുന്നതാണ്.